അത് ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവനെല്ലാ വിളിക്കാൻ പറ്റിയ സ്റ്റോറി ഗൈസ് എനിക്ക് പേര് വരുന്നില്ല ഗൈസ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ആശി എന്ന് പറഞ്ഞ ഒരാൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ്. കുണ്ടന്മാര് പേടിച്ച് അങ്ങനെ പറയുള്ളൂ. അത് നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ട് ഞാൻ കാണുന്നുണ്ട്. ജാസി ആഷിക്ക് കൂടോത്രം ചെയ്തു. ജാസിയും ആഷിയും വേർപിരിഞ്ഞോ? ജാസി ആഷിയെ തല്ലിയോ? ആഷി ജാസിയെ തല്ലിയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ പേഴ്സണലി അറിയുന്ന കുറേ സുഹൃത്തുക്കൾ ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് എന്താ പ്രശ്നം ജാസി, എന്താ പ്രശ്നം, എന്താ ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല. ഇത് പണ്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും ഓരോരുത്തർ കൊണ്ടിടുന്നതാണ്. അല്ലാതെ ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരും പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ആൾക്കാർക്കറിയാം. അവനെ പിന്താണെന്നുള്ള യൂട്യൂബുകാരും അവരവർക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കന്നെ. വന്ന് വിളിക്കാൻ പറ്റിയ സ്റ്റോറി ഗൈസ് എനിക്ക് പേര് വരുന്നില്ല ഗൈസ്. കുണ്ടൻ തയോളി. ഇവന് പുലരിക്കുണ്ടൻ. പുലരിക്കുണ്ടൻ. ഇവനെ പുറത്ത് പുലരിക്കുണ്ടനൊക്കെ എന്തിനു വെച്ച് വാഴിക്കുന്നു? കാരണം എനിക്ക് ആ വോയിസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ആശി എന്ന് പറഞ്ഞ ഒരാൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ്. ഇവൻ പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിരിക്കുകയാണ്. ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവർ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. കുണ്ടം മാലിന്യം അങ്ങനെ കണ്ടിട്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് തന്നെയുള്ളത്. ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല, എവിടെ തന്നെ ഉണ്ട്. ആഷി ജാസി പേർ പിണ്ടൊന്നുമില്ല. അങ്ങനെ ആരും കരുതവും വേണ്ട. ഓക്കെ, കുണ്ടന്മാര് പേടിച്ച് അങ്ങനെ പറയുള്ളൂ. അത് നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയണം എന്റെ ചാനലിലൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്, എന്നെ അറിയുന്ന ഫ്രണ്ട്സുകളുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ. അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ആൾക്കാർ ട്രോളിക്കൊണ്ടിരിക്കട്ടെ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം. കാരണം എനിക്ക് അത്രത്തോളം ഇവനെ ഇഷ്ടമാണ്. എനിക്കെന്നെ ഇഷ്ടല്ലേ? ഇവനിക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിരിയാൻ പറ്റൂല. പിന്നെ ഒരു വട്ടം ഉണ്ടായ സംഭവം, അത് ആശയുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക്. 100% എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക്. ഒരു വാശിപ്പുറത്ത് ചെയ്ത് ആ ഒരു വാശിപ്പുറത്ത് ചെയ്ത സംഭവമാണ് അത്.